കേരളത്തിൽ മന്ത്രിമാരില്ലാത്ത മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു ജില്ലകളാണ് കോഴിക്കോടും കാസർഗോഡും. രണ്ടു ജില്ലകളിൽ നിന്നും UDF സർക്കാരിൽ മന്ത്രിമാർക്ക് വേണ്ടി മുറവിളി ഉയരുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ രണ്ടു ജില്ലകളിൽ നിന്നും മന്ത്രിമാരെ കണ്ടെത്താൻ മറ്റു പല കണക്കുകൾക്കിടയിൽ UDF സർക്കാരിന് സാധിക്കാതെ പോയി. ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ഏറ്റവും അകമഴിഞ്ഞ് പിന്തുണച്ച ജില്ലകളിൽ രണ്ടെണ്ണമാണ് ഈ പറയുന്ന കോഴിക്കോടും കാസർഗോഡും. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള ജനങ്ങളാണ്. അവരുടെ പുനരധിവാസവും അവരുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമെല്ലാം എത്രയോ കാലമായി മാറി മാറി വരുന്ന സർക്കാരുകളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ഉൾപ്പെടെയുള്ള ആളുകൾ കാസർഗോഡിൻ്റെ ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടി നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് കാസർഗോഡ് ജനത ഒന്നടങ്കം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിൽ ആരംഭിക്കുകയാണെങ്കിൽ അത് കാസർഗോഡ് ആരംഭിക്കണം എന്നാവശ്യപ്പെട്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ MLA-മാരെ സംഭാവന ചെയ്ത കാസർഗോഡ് ജില്ലയ്ക്ക് എയിംസ് അനുവദിക്കാനുള്ള നീക്കത്തിന് ഒരു ഇഞ്ചു പോലും പിന്തുണ നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറായില്ല. എയിംസ് അനുകൂല പോരാട്ടം വളരെ ശക്തമായി വിവിധ സംഘടനകൾ കാസർഗോഡ് ജില്ലയ്ക്കകത്തും പുറത്തും സംഘടിപ്പിച്ചപ്പോൾ ഈ സമരത്തിന് പിന്തുണ നൽകാനും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അതിനെ പ്രതിനിധാനം ചെയ്യുന്ന MLA-മാരും ഒരു കാലഘട്ടത്തിലും തയ്യാറായില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട്ടാണ് എയിംസ് വരേണ്ടത് എന്ന് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിച്ചു. ആ തീരുമാനിക്കാനുള്ള കാരണം എയിംസ് അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിനോടനുബന്ധിച്ച് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ചില മാഫിയ സംഘങ്ങളും ബിനാമി സംഘങ്ങളും എടുത്തുകൂട്ടിയിട്ടുണ്ട് എന്ന വാർത്തയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരുമെല്ലാം ഈ വിഷയത്തിൽ ഇടപെട്ടുവെങ്കിലും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിന് അനുവദിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അനുഭാവപൂർണമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ K. മുരളീധരനാണ്. കാസർഗോഡ് ജില്ലയുമായി അഭേദ്യമായ ബന്ധം നിലനിർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ K. മുരളീധരൻ. മുരളീധരൻ ഇന്ന് നടത്തിയിരിക്കുന്ന പ്രസ്താവന കാസർഗോഡ് നിവാസികളെ സംബന്ധിച്ച് ആശാവഹമായിട്ടുള്ള ഒന്നാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് എവിടെയാണോ സ്ഥലം അനുവദിക്കേണ്ടത് അവിടെ അനുവദിക്കാനും അക്കാര്യത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കാനും UDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് K. മുരളീധരൻ സൂചിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം CPM തീരുമാനിച്ചു വച്ചിരിക്കുന്ന ഇടത്തു തന്നെ എയിംസ് വരണം എന്ന് നിർബന്ധമില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ജില്ല എന്നതിനപ്പുറം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പോലും ഇല്ലാത്ത കാസർഗോട്ടിന് എയിംസ് അനുവദിക്കാനുള്ള നീക്കം ഉണ്ടായാൽ അതിനെ സർവാത്മന പിന്തുണയ്ക്കുന്ന ഒരു സർക്കാരായി കേരളത്തിലെ UDF മാറും എന്ന സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് മെഡിക്കൽ കോളേജുകൾ ഇല്ലാത്ത ജില്ലകളിൽ മെഡിക്കൽ കോളേജ് അനുവദിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് കാസർഗോഡ് ജില്ലയ്ക്കും അനുവദിക്കപ്പെട്ടു. അത് സ്ഥിതി ചെയ്യുന്നത് മഞ്ചേശ്വരം കാസർഗോഡ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളുടെ മധ്യഭാഗത്തായി ഉക്കിനടുക്ക എന്ന് പറയുന്ന പ്രദേശത്താണ്. മെഡിക്കൽ കോളേജിന് സ്ഥലമേറ്റെടുത്തു. മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. നിർഭാഗ്യവശാൽ OP ടിക്കറ്റ് നൽകുന്ന ഒരു ജനറൽ ആശുപത്രിയുടെ സ്ഥിതിവിശേഷത്തിലേക്ക് ഈ മെഡിക്കൽ കോളേജ് കൂപ്പുകുത്തി. ഇന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള ഒരു മെഡിക്കൽ കോളേജായി കാസർഗോഡ് മെഡിക്കൽ കോളേജും അറിയപ്പെടുകയാണ്. പക്ഷെ കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ
അവരുടെ പ്രാക്ടിക്കൽ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി താലൂക്ക് ആശുപത്രികളിലേക്കും ജില്ലാ ആശുപത്രികളിലേക്കും പോകേണ്ടി വരുന്ന ഒരു ഗതികേട് അത് കാസർഗോഡ് മെഡിക്കൽ കോളേജിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്രയും മോശമായ ഒരവസ്ഥയിലേക്ക് കാസർഗോഡിൻ്റെ ആതുര ശുശ്രൂഷ രംഗത്തെയും മെഡിക്കൽ കോളേജിനെയും മാറ്റുന്ന കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു എന്ന് പറയാം. അതുകൊണ്ടാണ് ഏറ്റവും യോഗ്യതയുള്ള ഈ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ ആദ്യത്തേത് കാസർഗോട്ടാണ് എന്ന് ഞങ്ങൾ എല്ലാവരും പറയുന്നത്. ആ കാസർഗോട്ട് എയിംസ് അനുവദിപ്പിക്കാനുള്ള നീക്കത്തിന് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വലിയ പിന്തുണയുണ്ടാകണം. മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് പുതുയുഗ യാത്ര ഉൾപ്പെടെയുള്ള യാത്രകൾ സംഘടിപ്പിച്ചപ്പോൾ, ഇലക്ഷൻ പ്രചാരണ കാലഘട്ടത്തിൽ കാസർഗോട്ട് എത്തിയപ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ പരിഗണന തങ്ങളുടെ സർക്കാർ വന്നാൽ അത് കാസർഗോഡ് ജില്ലക്കായിരിക്കും എന്ന്. അതുപോലെ തന്നെ കാസർഗോഡിനെ സ്നേഹിക്കുന്ന കാസർഗോഡ് സ്നേഹ സന്ദേശ യാത്ര നടത്തി 11,123 കോടി രൂപയുടെ പ്രഭാകരൻ കമ്മീഷൻ വഴിയുള്ള കാസർഗോഡ് പാക്കേജ് അനുവദിക്കുന്നതിന് വേണ്ടി അശ്രാന്തമായ പോരാട്ടം നടത്തിയ വ്യക്തിത്വമാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശന്റെയും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെയും കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരന്റെയും പിന്തുണയുണ്ടായാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും: ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അത് വരാൻ വേണ്ടി പോകുന്ന ജില്ല കാസർഗോട്ടായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എയിംസ് പോലുള്ള ഒരു മഹാപ്രസ്ഥാനം ഒരു ജില്ലയിലേക്ക് വരുമ്പോൾ ആവശ്യത്തിന് ഭൂമി ഉണ്ടാകണം. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റവന്യൂ ഭൂമി നിലനിൽക്കുന്ന ജില്ലയുടെ പേര് കാസർഗോഡ് എന്നാണ്. ഇന്ന് കെ മുരളീധരൻ നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രസ്താവന ഈ ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ച് ആശാവഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കോവിഡ് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ കർണാടകയുടെ അതിർത്തി മേഖലകളാകെ അടച്ചിട്ടു. അന്ന് ചികിത്സ കിട്ടാതെ കാസർഗോഡിൻ്റെ മണ്ണിൽ മരിച്ചു വീണത് ഏകദേശം 12 ആളുകളാണ് കോവിഡിൻ്റെ പേരിൽ. അത്രയധികം ആരോഗ്യരംഗത്ത് ദുരിതം അനുഭവിക്കുന്ന ഒരു ജില്ലയെ തുറന്നു നോക്കാൻ UDF സർക്കാർ തയ്യാറാകുന്നു. അതും UDF അനുകൂലമായി ചരിത്രത്തിലാദ്യമായി 4 MLA-മാരെ സംഭാവന ചെയ്ത ഒരു ജില്ല പ്രതീക്ഷയോടുകൂടി കൈകൂപ്പി ഈ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ എയിംസ് അനുവദിക്കപ്പെടാൻ സാധ്യതയുള്ള ആദ്യത്തെ ജില്ലയുടെ പേര് കാസർഗോഡ് തന്നെയാണ്. അക്കാര്യത്തിൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരന്റെ പിന്തുണ ഉണ്ടാകണം എന്നാണ് ദ ലീഡർക്ക് ആവശ്യപ്പെടാനുള്ളത്.